സുഹൃത്തുക്കളെ, ആർഷഭാരതത്തിൻ്റെ ആത്മചൈതന്യം കുടിയിരിക്കുന്ന ശ്രീലകമാണ് സംസ്കൃത ഭാഷ. ഈ സംസ്കൃത ഭാഷയെയും സാഹിത്യത്തെയും പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് മറക്കാനാകാത്തൊരു നാമധേയമുണ്ട്: ഭർതൃഹരി. കവിത, തത്വചിന്ത, ന്യായം, വേദാന്തം, വ്യാകരണം, ഭാഷാശാസ്ത്രം എന്നീ മേഖലകളിലെല്ലാം തന്നെ ഭർതൃഹരിയുടെ സംഭാവനകളും സ്വാധീനവും അനിഷേധ്യമാണ്. ഇന്ദ്രിയാനുഭവത്തിൻ്റെ സമൃദ്ധിയും വൈരാഗ്യത്തിൻ്റെ ഗരിമയും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ അപൂർവ ജന്മമായിരുന്നു ഭർതൃഹരി. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയ്ക്ക് ഒരു നാടോടി കഥയുടെ പരിവേഷമാണുള്ളത്. അതിൽ നിന്നും ഭാവനാപൂർവം ഇതൾ വിടർത്തിയെടുത്തതാണ് ഈ ലഘുനാടകത്തിൻ്റെ ഇതിവൃത്തം. കലാസ്നേഹികളായ നിങ്ങളുടെ സമ്പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു പ്രഹേളിക. നാടകരചനയും സംവിധാനവും വിജയകുമാർ പിള്ള. മഹാരാജൻ ജയിക്കട്ടെ. പ്രഭു, ഒരു താപസൻ വന്നിരിക്കുന്നു. താപസൻ പൂജനായ അതിഥിയെ അർഘ്യപാദ്യാദികൾ നൽകി ആദരപൂർവ്വം സ്വീകരിച്ച് ആനയിക്കുക. കൽപ്പന പോലെ. താപസന്മാരെയും സംരക്ഷിക്കേണ്ട ചുമതല രാജാവിൻ്റെതാണ്. തപസ്സുകളുടെ കാര്യത്തിൽ നാം അതീവ ശ്രദ്ധാലുവാണ്. എങ്കിലും നമ്മുടെ മനസ്സ് ആശങ്കാകുലമാണ്. ഉപവിഷ്ടനായ അങ്ങയുടെ സാന്നിധ്യം ഈ രാജധാനിയെ ധന്യമാക്കുന്നു. അങ്ങയെ അതിഥി പൂജ ചെയ്യുവാൻ അവസരം ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ്. തപോവൃത്തികൾക്ക് എന്തെങ്കിലും വിഘ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന ഉത്കണ്ഠ നമുക്കുണ്ട്. ദയവ് ചെയ്ത് ആഗമന ഉദ്ദേശം അറിയിച്ചാൽ. ഭർതൃഹരി മഹാരാജാവ് രാജ്യം ഭരിക്കുമ്പോൾ നഗരവാസികളും വനവാസികളുമെല്ലാം ഒരുപോലെ സുരക്ഷിതരും സന്തുഷ്ടരുമാണ്. ഗൃഹസ്ഥാശ്രമിയും സന്യാസിയും ഒരുപോലെ അങ്ങയുടെ ഭരണ നൈപുണ്യത്തെ പ്രകീർത്തിക്കുന്നു. ധർമ്മിഷ്ഠനും നീതിമാനും പ്രജാക്ഷേമ തൽപരനുമായ അങ്ങ് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ രക്ഷകനാണ്. അങ്ങയുടെ വാക്കുകൾ നവോന്മേഷം പകരുന്നതോടൊപ്പം തന്നെ നമ്മെ കൂടുതൽ കർമ്മനിരതനാകാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. രാജാവേ, താപസന്മാർ ഭംഗിവാക്ക് പറയുന്നവരല്ല. ഭർതൃഹരി മഹാരാജാവ് ദീർഘായുസായിരിക്കേണ്ടത് നാടിനാവശ്യമാണ്. ശക്തനായ ഭരണാധികാരിയുടെ കൈകളിലെ രാജ്യം ഭദ്രമായിരിക്കുകയുള്ളൂ. രാജാവിൻ്റെ ക്ഷാത്രവീര്യവും ബാഹുബലവുമാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നത്, ജനങ്ങളെ രക്ഷിക്കുന്നത്. അങ്ങ് ഉത്തമനായ രാജാവാണ്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഉചിതമായ അനുഗ്രഹം നൽകാൻ എത്തിയതാണ് നാം.
ഇതിനായി പ്രാർത്ഥിക്കുന്നു. ഇത് വെറും ഒരു മാമ്പഴമല്ല. നമ്മുടെ തപശക്തിയാൽ ഇതിനെ ദിവ്യസിദ്ധി പ്രദായകമാക്കി തീർത്തിരിക്കുന്നു. ഇത് കഴിച്ചാൽ ജരാനരകൾ ബാധിക്കില്ല, വാർദ്ധക്യം ബാധിക്കില്ല. പൂർണ്ണമായും ഒരാൾ തന്നെ കഴിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഫലസിദ്ധി ഉണ്ടാകുകയുള്ളൂ. നാം ഇത് അങ്ങയ്ക്കായി നൽകുകയാണ്. ഇത് മാത്രമാണ് നമ്മുടെ ആഗമനോദ്ദേശം. സ്വീകരിച്ചാലും. മനസ്സ് ഇവിടെ ആയിരുന്നില്ല, നിശ്ചയം. ശരിയാണ്. നാം സങ്കല്പരഥത്തിലേറി സാനന്ദം സഞ്ചരിക്കുകയായി. ഭൂലോകവും ഭൂർലോകവും കടന്ന് അങ്ങ് സ്വർലോകത്തായിരുന്നു. അവിടെ നന്ദനോദ്യാനത്തിൽ ദേവദാരു പുഷ്പശയ്യയിൽ അമർന്ന് സുഖാമൃതം ആവോളം അനുഭവിക്കുകയായിരുന്നു. നമുക്ക് ചുറ്റും മറ്റു ചഷകങ്ങളുമായി അപ്സര രമണികൾ. അപ്പോൾ അങ്ങോടൊപ്പം ഞാനുണ്ടായിരുന്നില്ലേ? ഇല്ല, നീ ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരിലും നാം കണ്ടത് നിന്നെ തന്നെയായിരുന്നു. ഏതൊരു അപ്സരസിനേക്കാളും നമുക്ക് പ്രിയങ്കരി നമ്മുടെ ധർമ്മപത്നി തന്നെയാണ്. ഏതൊരു അപ്സരസിനേക്കാളും നമുക്ക് പ്രിയങ്കരി നീ തന്നെയാണ്. കള്ളം മാത്രമേ അങ്ങ് പറയുള്ളൂ. പിങ്കള, മനുഷ്യജീവിതം സങ്കീർണമാണ്, അപ്രതീക്ഷിതമാണ്. ചിലപ്പോൾ നാം സ്വപ്നം കാണാത്തത് പോലും അനായാസേന കരഗതമായെന്ന് വരും. അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചേക്കാം. ഇല്ല, മനസ്സിലായില്ല. അങ്ങ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവിശ്വസനീയമായ ഒന്ന് ഇന്ന് സംഭവിച്ചു. എന്താണ്? നമ്മെ കാണാൻ ഇന്നൊരു താപസനെത്തിയിരുന്നു. എന്നിട്ട് നമുക്ക് അദ്ദേഹം ഒരു സമ്മാനം നൽകി മടങ്ങിപ്പോയി. എന്ത് സമ്മാനം? ദാ നോക്ക്. അതെ, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. പിങ്കള, നീ കരുതുന്നത് പോലെ ഇതൊരു സാധാരണ മാമ്പഴമല്ല. ഇത് കഴിച്ചാൽ ജരാനരകൾ ബാധിക്കില്ല, നിത്യയൗവനമായിരിക്കും. മർത്യനായ ഭർതൃകരിയെ അമർത്യനാക്കി തീർക്കുവാനുള്ള സിദ്ധൌഷധമാണിത്. ഇത് അമൃതാണ്, അമരത്വമാണ് സമ്മാനിക്കുന്നത്.
നിനക്ക് മോഹമുണ്ടോ? എന്താ ഇത്ര സംശയം? എന്നും യൗവനയുക്തയായിരിക്കാൻ എനിക്ക് അടങ്ങാത്ത മോഹമാണ്. രാജ്യം ഭരിക്കാൻ, ധർമ്മമാർഗത്തിലൂടെ പ്രജകളെ പരിപാലിക്കാൻ സദാ ജാഗരൂകനായിരിക്കുന്ന രാജാവിനായി സമർപ്പിച്ചതാണ് ഈ മാമ്പഴം. അപ്പോൾ അങ്ങയുടെ പ്രിയതമയായ ഞാൻ ജരാനരകൾ ബാധിച്ച് പരീക്ഷീണയായി മാറുമ്പോൾ അങ്ങ് യുവ കോമളനായി തുടരും അല്ലേ? അതിനാണ് സാധ്യത. കണ്ടു നിൽക്കാൻ നമുക്ക് പ്രയാസകരമാണ്. സ്നേഹം ഒരു വികാരമല്ല, അതൊരു സ്വഭാവമാണ്. മറ്റെന്തിനേക്കാളും നാം നമ്മുടെ പ്രിയതമയെ സ്നേഹിക്കുന്നു. നീ വൃദ്ധയായി ജരാനരകൾ ബാധിച്ച് വിവശയാകുമ്പോഴും നാം യുവാവായി തുടരുക. ചിന്തിച്ചാൽ നമുക്കും വിഷമകരം തന്നെ. ഭംഗി വാക്കുകൾ പറയാൻ അങ്ങോളം സാമർഥ്യം മറ്റാർക്കുമില്ല. ഭംഗി വാക്കുകളല്ല, നാം നമ്മുടെ പ്രണയവും നിത്യസത്യമാണ്. എന്താ, വിശ്വാസം വരുന്നില്ലേ? ഈ ദിവ്യശക്തിയെ നാം നമ്മുടെ പ്രേയസിക്ക് സമ്മാനിക്കാം. പക്ഷേ അടിയന് മരിക്കാൻ ഭയമില്ല. അവിടുന്ന് സൂക്ഷിക്കണം, എന്നും സുരക്ഷിതയായിരിക്കണം. അതാണ് അടിയൻ്റെ ആഗ്രഹം. അശോപാല, നീ എന്തിനു ഭയപ്പെടുന്നു? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിനക്കൊരാപത്തും സംഭവിക്കില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നീ പ്രാണനേക്കാൾ
ദൈവമാണ്, എൻ്റെ ഭാഗ്യമാണ്, രക്ഷയും രക്ഷകിയുമാണ്. അശ്വപാല, ഞാൻ മഹാറാണിയാണ്. ഈ രാജകൊട്ടാരത്തിൽ ലഭിക്കാത്ത സുഖഭോഗങ്ങൾ ഒന്നും തന്നെയില്ല. സർവ്വ ഐശ്വര്യങ്ങളും എന്നെ സദാ അകമ്പടി പാലിക്കുന്നു. മഹാരാജാവ് എന്നെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് നിന്നെയാണ്, ഈ കൊട്ടാരത്തിലെ വെറും ഒരു കുതിരക്കാരനായ നിന്നെ. എനിക്ക് നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇത് കേട്ടാൽ ലോകത്തിന് തന്നെ വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് നിന്നെയാണ് എന്നുള്ളതാണ് സത്യം. ആ സത്യം ഭയവും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ്. നിന്നെ രക്ഷിക്കുവാനുള്ള ഒരു ദിവ്യശക്തി എൻ്റെ കൈവശമുണ്ട്. നോക്കൂ. ഇതൊരു മാമ്പഴമല്ലേ? അതെ, ഇതൊരു മാമ്പഴം തന്നെയാണ്. ഞാൻ ഭ്രാന്ത് പുലമ്പുകയല്ല. ഈ മാമ്പഴം നീ കരുതുന്ന പോലെ വെറും ഒരു മാമ്പഴമല്ല, തപശക്തി ആവാഹിച്ച മാമ്പഴമാണ്. ഇത് കഴിക്കുന്നയാൾക്ക് ജരാന്തരകൾ ബാധിക്കില്ല, എന്നും നിത്യ യൗവനമായിരിക്കും. കരുത്ത്, അതാണ് എൻ്റെ സ്നേഹം, എൻ്റെ സന്തോഷം, എൻ്റെ പ്രേമഭാജനമേ. ഇതാ, ഇത് നീ എടുത്തുകൊള്ളൂ. പ്രഭു, ഒരു സ്ത്രീ അങ്ങയെ കാണുവാനായി അനുവാദത്തിനായി കാത്തുനിൽക്കും. കടന്നു വരാൻ പറയും. കൽപ്പന പോലും. മഹാരാജാവ് വിജയിക്കട്ടെ. പ്രണാമം മഹാപ്രഭു. അങ്ങയ്ക്ക് അടിയന് ഒരാഗ്രഹമുണ്ട്. എന്താ? തെറ്റാണെങ്കിൽ പൊറുക്കണം. കേട്ട ശേഷമല്ലേ തെറ്റും ശരിയും ഒക്കെ നിശ്ചയിക്കാനാവും. അടിയന്റെ കയ്യിൽ ഒരു വിശിഷ്ട വസ്തുവുണ്ട്. അത് അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കാനാണ് അടിയന്റെ. ആയിക്കോട്ടെ, വളരെ സന്തോഷം. വിശേഷപ്പെട്ട ഒരു മാമ്പഴമാണ്. ഇത് കഴിച്ചാൽ ജരാനരകൾ ബാധിക്കുകയില്ല. നിത്യ യൗവനം നൽകുവാനുള്ള കഴിവ് ഈ മാമ്പഴത്തിനുണ്ട്. ഇത് അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കാനാണ് അടിയൻ ആഗ്രഹിക്കുന്നത്. നിന്റെ രാജഭക്തിയെ നാം മനസ്സിലാക്കുന്നു. അടിയന്റെ ഭാഗ്യം. എന്താ നിന്റെ പേര്? നീ എവിടെ നിന്ന് വരും? അടിയന്റെ പേര് ഹരിണി എന്നാണ്.
ഇവിടെ ഉജ്ജയിനിയിൽ തന്നെയാണ് താമസം. അങ്ങയുടെ കൊട്ടാരത്തിലെ കുതിരക്കാരൻ അശ്വപാലന്റെ ഭാര്യയാണ് ഞാൻ. ഹരിണി, ഈ മാമ്പഴം നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു? നിനക്ക് സമ്മാനിച്ച ആ ദിവ്യൻ ആരാണ്? ഈ മാമ്പഴം അടിയന്റെ ഭർത്താവ് സമ്മാനിച്ചതാണ്. അദ്ദേഹത്തിന് ഇതെവിടെ നിന്ന് ലഭിച്ചതാണെന്ന് എന്നോട് പറഞ്ഞില്ല. വെളിപ്പെടുത്താൻ പാടില്ലാത്തൊരു രഹസ്യമാണ് അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അടിയന്റെ ഭർത്താവിന് അടിയനോട് വലിയ സ്നേഹമാണ്. അതിനാലാണ് അദ്ദേഹം കഴിക്കാതെ ഇത് അടിയനെ സമ്മാനിച്ചത്. കുതിരക്കാരൻ സ്നേഹനിധിയായ ഭർത്താവ് തന്നെ, സംശയമില്ല. പക്ഷേ ഇത് കഴിക്കാനുള്ള ഭാഗ്യം അവനില്ലാതെ പോയി. കാരണം ഇത് അവന് വിധിച്ചതല്ല. അല്ല, ഈ മാമ്പഴം നിനക്ക് നിന്റെ ഭർത്താവ് നൽകിയിട്ടും ഇതിൻ്റെ ദിവ്യശക്തിയെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് നീ ഇത് കഴിക്കാതെ രാജാവിനായി സമർപ്പിക്കുന്നു? മഹാപ്രഭു, അങ്ങ് ഞങ്ങളുടെ പ്രത്യക്ഷ ദൈവമാണ്. നീതിമാനും ധൈര്യശാലിയും ധർമ്മപരിപാലകനുമായ അങ്ങ് ഈ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് പ്രജകളായ ഞങ്ങൾ സന്തോഷത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും ഇവിടെ താമസിക്കുന്നത്. ധർമ്മിഷ്ഠനായ അങ്ങ് ദീർഘകാലം ജീവിച്ചാലാണ് ഈ നാടിന് ശാന്തിയും സമാധാനവും കൈവരുന്നത്. എന്നെ പോലെയുള്ള ഒരുവൾ ഇത് കഴിച്ചിട്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ടാകും? ഉചിതം തന്നെ. രത്നം കുപ്പയിൽ കിടന്നാലും പ്രശോഭിക്കുക തന്നെ ചെയ്യും. ഹരിണി, നിന്നിലെ രാജഭക്തി, ദേശസ്നേഹം, ത്യാഗസന്നദ്ധത ഇവയെല്ലാം നാം മനസ്സിലാക്കുന്നു. നിന്റെ ഈ പ്രവൃത്തി മൂലം നാം അറിയാതെ പോയൊരു മഹാരഹസ്യം മറനീക്കി പുറത്തു വരുവാനും ഇടയായി. നിന്നോട് നാം കടപ്പെട്ടിരിക്കുന്നു. നാം നിന്നിൽ സംപ്രീതനാണ്. നാം നിനക്കൊരു പാരിതോഷികം നൽകുന്നു. എന്താ അങ്ങേക്കൊരു ഭാവമാറ്റം? മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയാറ്? ആണോ? മുഖത്ത് നോക്കിയാൽ മനുഷ്യരുടെ മനസ്സറിയാൻ കഴിയും. എങ്കിൽ എത്ര നന്നായിരുന്നു. മുഖം മൂടികളില്ലേ നമ്മുടെ ഇടയിൽ? എല്ലാ പൊയ്മുഖങ്ങളും ഒരു നാൾ അഴിയും. മുഖത്ത് നോക്കിയാൽ മനസ്സ് വായിക്കാനാവുമെങ്കിൽ നീ
ആദ്യം നമ്മുടെ മനസ്സിൽ വായിക്കും. അങ്ങയുടെ ഈ മുഖഭാവം എനിക്ക് തികച്ചും അപരിചിതമാണ്. അപരിചിതമാണ്. നിത്യപരിചിതർ എന്ന് നാം കരുതുന്ന പലരും തികച്ചും അപരിചിതരാണ്, അജ്ഞാതരാണ്. അങ്ങ് എന്താണ് ഈ വിധം എന്നോട് സംസാരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എനിക്ക് ഭയമാകുന്നു. ഭയം? പതിവ്രതയായ പത്നിക്ക് സ്വന്തം പതിയെ ഭയം? തെറ്റ് ചെയ്തവരല്ലേ ഭയക്കേണ്ടത്? നിഷ്കളങ്കയും നിർമ്മലയുമായ നീ എന്തിനു ഭയക്കണം? തെറ്റും ശരിയുമെല്ലാം ആപേക്ഷികമല്ലേ? അത് വ്യക്തികളുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറുന്നതല്ലേ? ഓഹോ, അപ്പോൾ സ്ഥിരമായ ശരി എന്നൊന്നില്ല, സത്യമൊന്നൊന്നില്ല. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വെറും മായയാണ്. ആരെയും ഒന്നിനെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. അങ്ങയുടെ ചിന്തകൾ കാട് കയറുന്നു. അങ്ങ് അകാരണമായി വികാര വിവശനാകുന്നു. കാരണമില്ലാത്ത വികാരപ്രകടനം ഭ്രാന്തിന്റെ ലക്ഷണമാണ്. കൊടുങ്കാറ്റിന് മുമ്പ് അനുഭവപ്പെടുന്ന ഭയാനകമായ ശാന്തത, അതിനെയാണ് നാം ഇപ്പോൾ ധ്യാനിക്കുന്നത്. ഭർതൃഹരി മഹാരാജാവേ, അങ്ങ് സ്വയം മറക്കരുത്. സ്വയം മറക്കുന്നു, താൻ ആരാണെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. എന്തിനു ചൊല്ലിയാണ്? ക്ഷോഭമല്ല, നാം അനുഭവിക്കുന്നത് ധർമ്മസങ്കടമാണ്. ധർമ്മസങ്കടം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ചില ധാർമ്മിക മൂല്യങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അവയാണ് ജീവിതത്തെ അർത്ഥവത്തും ആകർഷകവുമാക്കി തീർക്കുന്നത്, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവ നഷ്ടമായാൽ എല്ലാം നഷ്ടമായി. എന്ത് നഷ്ടത്തെക്കുറിച്ചാണ് അങ്ങ് ഈ പറയുന്നത്? കാണുന്നു, ഈ മാമ്പഴം അതെ, നാം നമ്മുടെ ധർമ്മപത്നിക്ക് സമ്മാനിച്ച അതേ മാമ്പഴം തന്നെയാണ്, സംശയിക്കണ്ട. ഇത് എങ്ങനെ? ആര്? ഇതെങ്ങനെ നമ്മുടെ കൈകളിൽ മടങ്ങിയെത്തിയെന്ന് അല്ലേ? ഇത് ദിവ്യമല്ലേ? നമ്മുടെ കുതിരക്കാരൻ അശ്വപാലൻ അവനിത് അവൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിച്ചു. അവളാകട്ടെ രാജാവിൻ്റെ ദീർഘായുസിനായി നമുക്ക് സമർപ്പിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? പൂമാല എന്ന് കരുതി നാം കഴുത്തിലണിഞ്ഞത് വിഷപ്പാമ്പിനെയായിരുന്നു. ജീവിതം ഒരു പ്രഹേളികയാണ്. മനുഷ്യ മനസ്സ് അതിസങ്കീർണമാണ്.
നിഗൂഢമാണ്. വിശേഷിച്ചും സ്ത്രീകളുടെ മനസ്സ് പുറമേ ശാന്തമെന്ന് തോന്നും. അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞവരാര്? അടിയൊഴുക്കും ചുഴികളും അറിഞ്ഞവരുണ്ടോ? നീ നമുക്ക് എന്ന് സ്നേഹിച്ചു പോയത് നാം ചെയ്ത അപരാധം. എന്താണ് ജീവിതം? സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാത്ത, അവളുടെ പ്രാണൻ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നമുക്ക് ഇനി ഈ രാജ്യം ഭരിക്കുവാനുള്ള യോഗ്യതയില്ല. നാം ഈ രാജാധികാരം ഇവിടെ ഉപേക്ഷിക്കുന്നു. മഹാരാജാവ് വിജയിച്ചാലും ഹേ താപസ ശ്രേഷ്ഠ, നാം ഇപ്പോൾ രാജാവല്ല. രാജ്യം ഭരിക്കുവാനുള്ള യോഗ്യത നമുക്ക് നഷ്ടമായിരിക്കുന്നു. ജീവിതം ഒരു കാളസർപ്പത്തെ പോലെ നമ്മെ ദംശിച്ചിരിക്കുന്നു. നമുക്ക് ചുറ്റും നിബിഡാന്ധകാരം, നിശൂന്യത. സ്നേഹം ദുഃഖമാണ്, അനാഥമാണ്. ജീവിതത്തിന് അർത്ഥം നൽകുന്നതും എല്ലാ അർത്ഥങ്ങളെയും നിരർത്ഥകമാക്കി തീർക്കുന്നതും മരണമാണ്. മരണം. മഹാരാജൻ, അങ്ങെന്താണ് ഈ പറയുന്നത്? എന്തിനീ വിരക്തി? അങ്ങ് ഈ സിംഹാസനം ഉപേക്ഷിച്ചാൽ രാജ്യം അനാഥമാകില്ലേ? ഇല്ല, രാജ്യം അനാഥമാകില്ല. നമ്മുടെ സഹോദരൻ വിക്രമാദിത്യൻ ഇനി രാജ്യം ഭരിക്കും. ആത്മജ്ഞാനത്തിന്റെ ശാന്തി തീരം തേടുന്നു, സന്യസിക്കുന്നു. നമുക്ക് അങ്ങയോടൊരു അപേക്ഷയുണ്ട്. അപേക്ഷയോ? അങ്ങ് ആഗ്രഹം അറിയിച്ചാലും. ദയവ് ചെയ്ത് അങ്ങ് നമുക്കായി സമ്മാനിച്ച ഈ ദിവ്യശക്തിയെ തിരിച്ചെടുത്താൽ. നമുക്ക് ദീർഘായുസ് വേണ്ട, നിത്യയൗവനവും ആവശ്യമില്ല. ജഗദീശ്വരൻ അനുവദിച്ച ആയുസ് തന്നെ ധാരാളമാണ്. ഒരപേക്ഷ, ഇനിയുള്ള കാലം അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ, അങ്ങയെ അനുഗമിക്കാൻ ദയവ് ചെയ്ത്
നമ്മെ അനുവദിച്ചാൽ. ജീവിതത്തിൻ്റെ അകപ്പൊരുൾ തേടിയുള്ള ഭർതൃഹരിയുടെ സത്യാന്വേഷണം ഇവിടെ ആരംഭിക്കുന്നു. നാടകം പൂർണ്ണമാകും.